സംഭവിച്ചു കഴിഞ്ഞ ഒരു അടയാളമുണ്ട് നബി തങ്ങൾ പറഞ്ഞത്. ഹിജാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ തീ കടന്നു വരും. മഹാനായ ഇബ്നു കസീർ തങ്ങൾ അടക്കമുള്ള പ്രഗത്ഭരായ ചരിത്ര പണ്ഡിതന്മാർ, അലിമീങ്ങൾ ആ സംഭവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ഹിജ്റ വർഷം 700 ആകുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ കാലശേഷം 700 വർഷം കഴിഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ ആ വാക്ക് പുലരുകയാണ്. ലൻ തഖൂമസ്സാഅ ഹത്താ തഖ്റുജ നാറും മിൻ അർദിൽ ഹിജാസ് തുദീഉ ലഹാ അഅനാഖുൽ ഇബ്ലി ബിബുസ്റാ. ഷാമിലെ, ഇറാഖിലെ ബസ്റയല്ല, ഷാമിലെ ബുസ്റ പട്ടണമുണ്ട്. ഷാമിലെ ബുസ്റ പട്ടണത്തിലെ ഒട്ടകങ്ങളുടെ പെരടികൾ പോലും തിളക്കമാർന്ന രീതിയിൽ കാണാൻ കഴിയുന്ന വിധത്തിൽ ഹിജാസിൽ ഹബീബിന്റെ മദീനയിൽ നിന്ന് തീജ്വാലകൾ ഉയരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തീ പൊങ്ങി വന്നിട്ട് 700 കൊല്ലമേ ഇന്നായിട്ടുള്ളൂ. ആ തീ വന്നു. 7 ദിവസത്തോളം നിരന്തരമായ ശബ്ദം. ഭൂമി 7 ദിവസമാണ് മദീനയിൽ കുലുങ്ങിയത്. 7 ദിവസം കുലുങ്ങി. മഹാനായ ഫാറൂഖ് തങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ മുസ്ലിമീങ്ങളോട് ഫാറൂഖ് തങ്ങൾക്ക് ചിലത് പറയാനുണ്ടാകുമായിരുന്നു. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് മദീനയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ മഹാനവകൾ പറഞ്ഞു, വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. സ്വഹാബത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെ ഭൂമിയിൽ തിന്മ നടക്കുമ്പോൾ മാത്രമേ അള്ളാഹു അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളെ അള്ളാഹു കൂട്ടിയിടിപ്പിക്കുന്നത് അള്ളാഹു പറഞ്ഞതിന് വിഭിന്നമായി ഒരു വിഭാഗം ആളുകൾ അവിടെ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് മദീനയിൽ നിന്ന് ഭൂകമ്പമുണ്ടായി, ഇന്ന് ഭൂകമ്പമുണ്ടായി. ഈ ഭൂകമ്പം നടക്കാൻ ഇവിടെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ച് തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ലഅഖ്റുജന്ന മിൻഹാ, മദീനയിൽ പിന്നെ ഉമറിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഉമർ മദീന വിട്ടു പോകും എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. 7 ദിവസമാണ് മദീന കുലുങ്ങിയത്. മദീനയുടെ പരിസര ഭാഗത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നത് കാണാൻ കഴിയും. വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന അഗ്നിപർവ്വതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയും. മദീനയുടെ 6-7 കിലോമീറ്റർ അപ്പുറത്ത് കാണാൻ കഴിയും. ഭൂമിക്കുള്ളിൽ നിന്ന് ലാവകൾ തീ തുപ്പിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ തങ്ങളൊക്കെ സംഭവം വിവരിച്ചത്, ഷാമിലുള്ള കച്ചവടക്കാരെന്ന് മദീനയിൽ പൊങ്ങുന്ന തീയിന്റെ നാളങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ്. ബുസ്റയിലെ ഷാമിലെ 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാണുന്ന